അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ, ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോംലി ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ്, electric intensity at a point electric intensity at a point due to sheet of charge, sheet of charge with a uniform surface density, due to sheet of charge ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു ഷീറ്റാണ്, ഉണ്ടോ, ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതൊരു മെറ്റൽ ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിനെ ഞാൻ ചാർജ് ചെയ്യാം, ഉണ്ടോ, ഷീറ്റ് ഞാൻ ചാർജ് ചെയ്തു. എന്ത് ചാർജാണ് കൊടുത്തേക്കുന്നത്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഷീറ്റിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ, ഉണ്ടോ, ഷീറ്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റ് ആയിക്കോട്ടെ, ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഷീറ്റിൽ നെക്സ്റ്റ് ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. ഇത് കണ്ടോ, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് കൺസ്ട്രക്ട് ചെയ്ത് കണ്ടോ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ഷേപ്പാണ്. ഇതിനെ ഇങ്ങനെ തുളച്ച് പോകുന്ന രീതിയിൽ, ഷീറ്റിനെ തുളച്ച് പോകുന്ന രീതിയിൽ. ഒരു സിലിണ്ടറാണ്. അപ്പോ ഇച്ചിരി വലുതാക്കി ഇവിടെ ഒരു സിലിണ്ടറിന്റെ അപ്പൊ ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഷീറ്റിനെ തുളച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സിലിണ്ടറാണ്. അപ്പോ നമുക്ക് വേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ അതെങ്ങനെ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും? അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കൺസിഡർ എ സ്മോൾ ഏരിയ, കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ്. നമ്മളൊരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യണം. അറൗണ്ട് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ, അല്ലെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്തു. കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് അറൗണ്ട് പി. ഇനി അതിനുശേഷം എന്താ എഴുതണ്ടെന്ന് വെച്ചാൽ, ഫ്ലക്സ് ത്രൂ ഡി എസ് ഉണ്ടോ. ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ ഞാനൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. ആ ഏരിയയാണ് ഡി എസ്. ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയാണ് ഡി എസ്. അപ്പോൾ ഞാൻ ആദ്യം കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് അറൗണ്ട് പി, ഫ്ലക്സ് ത്രൂ ഡി എസ്. എത്രയായിരിക്കും ഒരു സ്മോൾ ഏരിയയിലൂടെ പോകുന്ന ഫ്ലക്സ് എത്രയാണ് കണ്ടുപിടിച്ചെടുക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താ? d5. d5 കണ്ടുപിടിച്ചെടുക്കാനുള്ള ഫോർമുല വെക്റ്റർ ഇ ഡോട്ട് ഡി എസ് അല്ലേ. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇ ഡി എസ് കോസ് തീറ്റ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, നമ്മളൊരു ഏരിയ എടുക്കുവാണെങ്കിൽ അതിന്റെ ഏരിയ വെക്ടർ മാർക്ക് ചെയ്യാൻ പറ്റും. ഏരിയ വെക്ടർ അല്ലേ ഏരിയ വെക്ടർ. ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത്? ഏരിയ വെക്ടർ. എപ്പോഴും ഇതാണ് ഏരിയ ഡി എസ്. അതിന്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോഴും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. ഇനി ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെയെങ്കിൽ, പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട് ഇങ്ങനെ വരും. പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. എപ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോ നോക്ക്,
നമുക്ക് ഈ ഒരു സർഫസിലൂടെ പുറത്തോട്ട് പോകുന്ന ഫ്ലക്സ് എത്രയാ? ഇ ഡി എസ്, ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇ ഡി എസ് കോസ് തീറ്റ. തീറ്റ തീറ്റ എത്രയാ? ഇന്റെ ഡി എസിന്റെ ഇടയിലുള്ള ആംഗിൾ 0 അല്ലേ? കോസ് സീറോയുടെ ആൻസർ എത്രയാ? 1. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇ ഡി എസ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾ നോക്കാം, അതായത് നമുക്ക് ഈ ക്ലോസ്ഡ് സർഫസിൽ വേറെ സി എസ് എ ഉണ്ടല്ലോ, ഈ സിലിണ്ടറിന്റെ ഒരു സി എസ് എ ഭാഗമില്ലേ? അപ്പം നമ്മൾ ഇനി അടുത്ത അതാണ് എടുക്കേണ്ടത്. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ ഒരു ഇതുപോലൊരു ഫേസ് നമുക്ക് ബാക്ക് സൈഡിലും ഉണ്ട്. കണ്ടോ? ബാക്ക് സൈഡിൽ നമുക്കൊരു ഫേസ് കണ്ടോ നിങ്ങൾ? ഈ ഫേസ് കണ്ടോ? അതിന്റെ ഏരിയ എത്ര തന്നെയാണ്? ഡി എസ്. അതിന്റെ ഏരിയയും ഡി എസ്. ഇനി പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റ് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. ഉണ്ടോ? ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സർഫസിലൂടെ ഇപ്പം ഞാൻ ഈ ഹൈലൈറ്റർ വെച്ചിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇതിലൂടെ പോകുന്ന ഫ്ലക്സ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഇ ഇൻറ്റു ഡി എസ്. അപ്പോൾ ഇതുവഴി പോകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? ഇ ഡി എസ് തന്നെ വരത്തില്ലേ? അപ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ സർഫസിലൂടെ പുറത്തോട്ട് പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് അതും വീണ്ടും എന്ത് തന്നെ വരും? ഇ ഡി എസ് തന്നെ വരും. അപ്പം ഞാനിവിടെ എഴുതാം, ടോട്ടൽ ഫ്ലക്സ് ത്രൂ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ്. അതായത് ഈ ടോപ്പ് ഫേസിലൂടെയും ബോട്ടം ഫേസിലൂടെയും മൊത്തത്തിൽ പുറത്തോട്ട് പോകുന്ന ഫ്ലക്സ്, ഞാൻ അതിനെ 5 എന്ന് പറഞ്ഞ പേര് കൊടുക്കുവാണേ. എത്ര വരും? ഇ ഡി എസ് പ്ലസ് ഇ ഡി എസ്. എത്ര വരും? 2 ഇ ഡി എസ്. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലക്സ് ത്രൂ സി എസ് എ ആണ് കേട്ടോ. ഫ്ലക്സ് ത്രൂ സി എസ് എ. സി എസ് എ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? കർവ്ഡ് സർഫസ് ഏരിയ ആണേ. അപ്പം ഞാൻ ഈ കർവ്ഡ് സർഫസ് ഏരിയ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണേ. ഇതുണ്ടോ? ഇത് കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയയിലെ ഒരു കുഞ്ഞ് ഏരിയ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. സി എസ് എയിലുള്ള ഒരു ചെറിയ ഏരിയ ആണ് ഞാൻ ഈ ഇവിടെ സർക്കിളായിട്ട് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏരിയ എത്രയാ? ഏരിയ ഡി എസ്. ഫ്ലക്സ് ത്രൂ സി എസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സി എസ് എയിൽ ഒരു ചെറിയ ഏരിയ ഞാൻ മാർക്ക് ചെയ്തു. അപ്പം ഞാനിവിടെ എഴുതാം, കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് ഓൺ എവിടെയാ? സി എസ് എ. ഇനി ഞാൻ ഇവിടെ ആയിട്ട് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് ആ ഫിഗറും കൂടെ സൈഡിൽ കാണാമല്ലോ. കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് ഓൺ സി എസ് എ. ഇനി അടുത്ത എന്താ എഴുതണ്ടേ? ഫ്ലക്സ് ത്രൂ ഡി എസ്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ഇതിന്റെ ഏരിയ വെക്ടർ മാർക്ക് ചെയ്യണം. ഏരിയ വെക്ടർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? എപ്പോഴും ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഏരിയ വെക്ടറിനെ മാർക്ക് ചെയ്യാൻ. ഇതാണ് ഏരിയ വെക്ടർ ഡി എസ്. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. അത് അങ്ങനെയല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരയ്ക്കണം. ഇപ്പൊ നോക്കിക്കോ, ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഉണ്ടോ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ ഫ്ലക്സ് ത്രൂ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈയുടെ ഇക്വേഷൻ എന്താ? ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ് അല്ലേ? അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഡി എസ് കോസ് 90. ഇ ഡി എസ് കോസ് 90. അപ്പം ഇ ഡി എസ് കോസ് 90 അല്ലേ? കോസ് 90യുടെ ആൻസർ എത്രയാ? 0. അപ്പോ ഇ ഡി എസ് കോസ് 90. അപ്പോ കോസ് 90യുടെ ആൻസർ എത്രയാ? 0 അല്ലേ? അപ്പൊ അതുവഴി പോകുന്ന ഫ്ലക്സ് എത്രയാ? ഫ്ലക്സ് ത്രൂ ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി5 ആണ്. അത് ഇ ഡോട്ട് ഡി എസ് ആണ്. ഇ ഡോട്ട് ഡി എസിനെ സിംപ്ലിഫൈ ആണെങ്കിൽ എന്ത് കിട്ടും? ഇ ഡി എസ് കോസ് 90 കിട്ടും. ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പം മൊത്തത്തിൽ ഫ്ലക്സ് എത്ര കിട്ടി? 0. അതായത് സി എസ് എയിലെ ഒരു ചെറിയ പോർഷനിലൂടെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും, അതുവഴി എന്തില്ല? ഫ്ലക്സ് ഇല്ല. അപ്പൊ നമ്മൾ ഈ സി എസ് എയിലെ ഏത് പോർഷൻ എടുത്താലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പൊ ടോട്ടൽ ഫ്ലക്സ്
ത്രൂ CSA, ടോട്ടൽ ഫ്ലക്സ് ത്രൂ CSA എന്ന് പറയുന്നത് എത്ര വരും? ടോട്ടൽ ഫ്ലക്സ് 0 വരും. അപ്പൊ CSA എന്ന് പറയുന്നത് എടുക്കുവാണെങ്കിൽ, നിങ്ങൾ CSA എടുക്കുവാണെങ്കിൽ അതുവഴി മൊത്തത്തിൽ പോകുന്ന ഫ്ലക്സ് എത്രയാണ്? 0 ആണ്. അപ്പൊ CSAയിലൂടെ എന്തില്ല? ഫ്ലക്സ് ഇല്ല. ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ഗോസസ് ലോ അപ്ലൈ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ചാർജിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഞാനത് ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇതാണ് നമ്മുടെ ഷീറ്റിനെ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊരു പ്രത്യേകതരം വാക്ക് ഉപയോഗിക്കും, സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് തന്നെ എഴുതണം കേട്ടോ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? ഷീറ്റിലല്ലേ. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ഇതിന്റെ ഏരിയ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഏരിയ DS ആക്കി എടുക്കുവാന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പം ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസിൽ എത്രത്തോളം ചാർജ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ആ ഒരു ഷീറ്റിന്റെ ഏരിയ. ആ ഷീറ്റിന്റെ ഏരിയ എത്ര? DS. ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് കിട്ടും? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു DS. ഇതാണ് ഈ ഒരു ഷീറ്റിലുള്ള മൊത്തത്തിലുള്ള ചാർജ്. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഗോസസ് ലോഡ് അതിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഫ്ലക്സ് എത്രയേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. നേരത്തെ CSAയിലോട്ടുള്ള ഫ്ലക്സ് ഒന്നും ഇല്ല. അപ്പം 2 ഇൻറ്റു EDS, 2 ഇൻറ്റു EDS is equal to സിഗ്മ ഇൻറ്റു DS. അത് ടോട്ടൽ ചാർജിന് പകരം നമ്മൾ എഴുതിയാണ് ഇൻറ്റു 1/ε0. ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/ε0 ഇൻറ്റു 1/ε0 ടോട്ടൽ ചാർജ്. ടോട്ടൽ ചാർജ് സിഗ്മ ഇൻറ്റു DS അല്ലേ. അപ്പോൾ ഈ DS എന്ത് പറ്റും? ക്യാൻസൽ ആയി പോകും. ആ രണ്ട് ടേംസും എന്ത് ചെയ്തു പോയി? ക്യാൻസൽ ആയി പോയി. ഓക്കെ. ഇനി മിച്ചമുള്ള നമുക്ക് എഴുതാം. മിച്ചമുള്ള എന്താ? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 ടൈംസ് ε0. ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എന്ത് വരും? 2 ടൈംസ് ε0. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് കണ്ടോ, ഈ ഷീറ്റ് കണ്ടോ? ഈ ഷീറ്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. ഷീറ്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? സിഗ്മ ബൈ 2ε0 എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഷീറ്റ്. ഇതാണ് നമ്മുടെ ഷീറ്റ് ഉണ്ടോ? ഈ ഷീറ്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടോ? എക്സ് ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എന്ത്? സിഗ്മ ബൈ 2ε0 എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഈ ഇക്വേഷനകത്തുണ്ടോ? ഇല്ലല്ലോ. അത് ഷീറ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണെങ്കിലും അവിടെ എല്ലാം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? സിഗ്മ ബൈ എന്ത് തന്നെയാണ്? 2ε0 തന്നെയാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനകത്ത് ഡിസ്റ്റൻസ് വരുന്നില്ല. ഷീറ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണെങ്കിലും അവിടെ എല്ലാം അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എത്ര തന്നെ? സിഗ്മ ബൈ 2ε0. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഇതിനെ ബേസ് ചെയ്തുണ്ടാക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ്, അതൊരു അടുത്ത ആപ്ലിക്കേഷനായിട്ട് തന്നെ ചിലർ പഠിപ്പിക്കാറുണ്ട്. ഇലക്ട്രിക് ഇന്റൻസിറ്റി നിയർ ടു പാരലൽ പ്ലെയിൻ ഷീറ്റ്സ്. ഞാനിവിടെ എഴുതാം. ഇലക്ട്രിക് ഇന്റൻസിറ്റി നിയർ ടു പാരലൽ പ്ലെയിൻ ഷീറ്റ്സ്. ഇലക്ട്രിക് ഇന്റൻസിറ്റി നിയർ ടു പാരലൽ പ്ലെയിൻ ഷീറ്റ്സ് വിത്ത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്,
ഇപ്പോൾ ഞാൻ ഒരു ഷീറ്റ് എടുക്കുകയാണ്. കണ്ടോ, ഇതൊരു ഷീറ്റാണ്. നമ്മളതിനെ ചാർജ് ചെയ്യാൻ ഉണ്ടോ, ഷീറ്റ് എ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ 1 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി എത്രയായിരുന്നു? സിഗ്മ ആയിരുന്നു. ഉണ്ടോ, ദേ നമ്മുടെ നേരത്തെ പറഞ്ഞ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സിഗ്മയാണ്. നമ്മളിവിടെ എഴുതിയായിരുന്നല്ലോ. കണ്ടോ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ടോട്ടൽ ചാർജ് ബൈ ഏരിയ. അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ എത്രയായിട്ട് എടുത്ത? സിഗ്മ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി എത്രയാ? സിഗ്മ 1. ഇനി ഈ ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണെന്നറിയോ? സിഗ്മ 2. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം നമ്പർ 1 ഇതാണ്. ഞാൻ 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1, 2, 3. ഓക്കെ, എനിക്ക് വേണ്ടത് ഈ 1-ൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഈ 1-ൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഓക്കെ, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് 1. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണെന്ന് നോക്കൂ. നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് ഷീറ്റ് മാത്രം എടുക്കുക. അതായത് ഈ എ എന്ന് പറയുന്ന ഈ ഷീറ്റ് കാരണം 1-ൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിന് ഞാൻ E1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഈ എ എന്ന് പറയുന്ന ഈ ഷീറ്റ് കാരണം 1 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിന് ഞാൻ E1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. ഞാൻ പറയണ അതിന്റെ ഇക്വേഷൻ സിഗ്മ 1/2ε0 ആണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ നോക്കൂ. ഏത് ഷീറ്റ് കാരണം ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ 2ε0. സിഗ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് ഡെൻസിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വരും? സിഗ്മ 1. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ 1 അല്ലേ? സിഗ്മ 1/2ε0. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? പോസിറ്റീവ് ചാർജിൽ നമ്മുടെ ഇവിടുത്തെ ഷീറ്റ് കണ്ടോ, ഈ ഷീറ്റിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്, അപ്പൊ ഇങ്ങോട്ടായിരിക്കും. കണ്ടോ, അപ്പൊ ഞാൻ ഇതിന് ലെഫ്റ്റും റൈറ്റും കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ വ്യൂ ചെയ്യുന്ന വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് ഞാൻ എല്ലാം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ E2 എന്ന് പറയാൻ നേരത്തെ എന്താ? ഈ രണ്ടാമത്തെ ഷീറ്റായ ബി, ഈ ഷീറ്റ് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് അതും എന്ത് തന്നെ ആയിരിക്കും? സിഗ്മ 2/2ε0. സോറി, സിഗ്മ 2/2ε0. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. എപ്പോഴും പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. അപ്പൊ ഇതും എങ്ങോട്ട് തന്നെ ആയിരിക്കും? പുറത്തോട്ട്. ഞാൻ ഇതിന് വേറെ റിംഗ് ഉപയോഗിക്കാം. കണ്ടോ, ഇതെന്തായിരിക്കും? E2. ആദ്യം എഴുതിയതാണ് എന്ത്? E1. അപ്പൊ ഇതും ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയാണ്? ലെഫ്റ്റ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ നേരത്തെ എന്ത് വരും? E1 പ്ലസ് E2. അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോമൺ ആയിട്ടുള്ള ആരാ? 1/2ε0 ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2. ഡയറക്ഷൻ എങ്ങോട്ടാ? ലെഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താ? രണ്ടാമത്തെ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? നോക്ക്, ഞാൻ പോയിന്റ് 2 എടുക്കാൻ പോവാണേ. പോയിന്റ് 2. അപ്പൊ അതിൽ ആദ്യം ഞാൻ E1 മാർക്ക് ചെയ്യാം. E1 എങ്ങനെ മാർക്ക് ചെയ്യും? അതായത് എ എന്ന് പറയുന്ന ഷീറ്റിലുള്ള ചാർജ് കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്. എ എന്ന് പറയുന്ന ഒരു ഷീറ്റ് കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E1. അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ, സിഗ്മ 1/2ε0. ഡയറക്ഷൻ എങ്ങോട്ടാ? ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. കണ്ടോ, അപ്പൊ അതെങ്ങോട്ട് വന്നു? റൈറ്റിലോട്ട് വന്നില്ലേ? ഈ പോസിറ്റീവ് ഷീറ്റ് കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട് അല്ലേ? അപ്പൊ ഞാനതിനെ ഇവിടെ E1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണേ. E1 നമ്മൾ എഴുതി. ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റ്. ഇനി ബി എന്ന് പറയുന്ന ഈ ഒരു ഷീറ്റ് കാരണം ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് അതെന്തായിരിക്കും? ഇത് എ കാരണമാണ് കേട്ടോ. ഇനി ബി എന്ന് പറയുന്ന ഒരു ഷീറ്റ് കാരണം 2 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 എത്ര വരും? സിഗ്മ 2/2ε0. ഡയറക്ഷൻ എങ്ങനെ വരും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ വരത്തുള്ളൂ. ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ വരത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ലെഫ്റ്റ്. കണ്ടോ, രണ്ടുപേർക്കും ഡിഫറെന്റ് ഡയറക്ഷൻസ് വന്ന കണ്ടോ? ഡിഫറെന്റ് ഡയറക്ഷൻസ് വരികയാണെങ്കിൽ
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രണ്ടുപേരെയും കൂടെ ഒരേ ഡയറക്ഷനിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു അസംഷൻ കൊടുക്കുവാണ്. ആദ്യത്തെ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി രണ്ടാമത്തെ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ്. ഈ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി ഈ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ്. ഞാനൊരു അസംഷനിൽ പോവാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇതിലുള്ള ചാർജാണ് കൂടുതൽ, ഇതിൽ ചാർജ് കുറച്ച് കൂടുതലാണ്, ഇതിന്റെ ചാർജ് ഡെൻസിറ്റി കൂടുതലാണ് കുറച്ചുകൂടെ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ ആണ്. കാര്യം ആദ്യത്തെ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി ആണ് കൂടുതൽ, രണ്ടാമത്തെ ഷീറ്റിന്റെ ചാർജ് ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? E1 പ്ലസ് E2. പക്ഷെ E1ന്റെ ഡയറക്ഷനിലാണോ E2? അല്ലല്ലോ. E2 എപ്പുറത്തോട്ടാ? ഏത് ഡയറക്ഷനാണ്? ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ തിരിക്കണം. ഏത് സൈഡിലോട്ട് തിരിക്കണം? E1ന്റെ ഡയറക്ഷനിലോട്ട് തിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ ഒരു മൈനസ് വരും. ഉണ്ടോ? ഒരു മൈനസ് വരും. ഉണ്ടോ? E2നെ ഇപ്പുറത്തോട്ട് തിരിച്ചപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നുണ്ടോ? അപ്പം E എന്ന് പറയാൻ നേരത്തെ എന്ത് വന്ന്? E1 മൈനസ് E2. ഇപ്പൊ രണ്ടുപേർക്കും ഒരേ ഡയറക്ഷനേ ഉള്ളൂ, അത് റൈറ്റ് ആണ്. അപ്പൊ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എന്ത് വരും? കോമൺ ആരാ? 1/2ε0 ഇൻറ്റു σ1 മൈനസ് σ2. ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഐഡിയ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ലാസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എന്ത് വരും? മൂന്നാമത്തെ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? E1 നമുക്ക് എഴുതാം. E1ന്റെ ഇക്വേഷൻ എന്താ? E1ന്റെ ഇക്വേഷൻ σ1/2ε0. E1 എന്ന് പറയുന്ന ഇക്വേഷൻ σ1/2ε0. എന്താ സംഭവം മനസ്സിലായോ? ദേ ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ആര് കാരണം? ഒന്നാമത്തെ ഷീറ്റ് എ എന്ന് പറയുന്ന ഷീറ്റ് കാരണം 3 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതാണ് ഇത് E1. ഉണ്ടോ? ഡയറക്ഷൻ ഞാൻ ഇട്ടത് എന്താണെന്നറിയോ? പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് വരും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. ഇനി ഈ ഷീറ്റ് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡോ? ബി എന്ന് പറയുന്ന ഷീറ്റ് കാരണം ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡോ? അതും എന്ത് തന്നെ വരും? ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. ഉണ്ടോ? രണ്ടും സെയിം ഡയറക്ഷൻ ആയിരിക്കുമല്ലോ, രണ്ടും ഒരേ ഡയറക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഇതാണ് E2, രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരിക്കുമല്ലോ. ഇത് പോസിറ്റീവ് ഷീറ്റ് അല്ലേ, അപ്പോൾ അത് കാരണം ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചാർജിൽ നിന്ന് പോയിന്റ് വഴി പുറത്തോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. ഇവിടെ രണ്ടും എഴുതാം. ഇത് രണ്ടും എങ്ങോട്ടാ? റൈറ്റാ. ഇതും റൈറ്റാ. E2 = σ2/2ε0, അതും റൈറ്റാ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ നേരത്തെ എന്ത് വരും? രണ്ടും കൂടെ ആഡ് ചെയ്യാം. എന്ത് വരും? കോമൺ ആയിട്ട് എടുക്കുക കേട്ടോ. 2ε0 കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുക. σ1 പ്ലസ് σ2. ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റ്. ക്ലിയർ ആണോ മക്കളെ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോസസ് ലോയുടെ 1-2 ആപ്ലിക്കേഷൻസ് വരുന്നത്. ബാക്കി ഞാനൊരു വീഡിയോ കൂടെ ഇടും, ഈ ആഴ്ച ഒരു ക്ലാസ്സും കൂടെ ഇടും. അപ്പോൾ നിങ്ങൾക്കത് ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ അതിൽ ടോപ്പിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കും. എല്ലാ ടോപ്പിക്സും ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കും. അപ്പോൾ ഈ ആഴ്ച ഞാനൊരു വീഡിയോ കൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കുറേ കൂടെ ക്ലിയർ ആവും എന്താണെന്നുള്ളത്. കുറച്ച് പ്രോബ്ലംസും കൂടെ ഒക്കെ ആഡ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.